ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ യാത്ര തുടരാം. ഇന്ന് രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് നമുക്കിന്ന് എന്തൊക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠിക്കണം, എന്നിട്ട് നമുക്ക് കോളേജിൽ പോകണം, പിന്നെ നമുക്ക് പിന്നെയും പഠിക്കണം, പിന്നെ കുക്ക് ചെയ്യണം, കഴിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് കുറച്ച് നേരം പഠിക്കാം. 2 days കഴിഞ്ഞ് എനിക്ക് സൈക്കാട്രി എക്സാം ഉണ്ട്. സോ അതിന് നിറയെ പഠിക്കാനുണ്ട്. ആ വോളിലോട്ട് നോക്കണ്ട, അതെല്ലാം ഞാനാ. അപ്പം നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. രാവിലെ പട്ടിണിയാണ് ഗൈസ്. ഓക്കെ, പഠിക്കട്ടെ. അങ്ങനെ 2 മണിക്കൂറത്തെ നീണ്ട കുത്തിയിരിപ്പ് പഠിത്തത്തിന് ശേഷം ഞാൻ കുക്കിംഗ് മേഖലയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാനുള്ളത് ഇന്നലത്തെ ബാക്കി വന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എൻ്റെ, അതും ഉണ്ടാക്കണം. അത് 5 പേർക്ക് രീതിയിൽ ഉണ്ടാക്കണം. നമുക്ക് 5-5000 പേർക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം. 10 തികയാത്തതുകൊണ്ട് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി വിചാരിച്ചു. അപ്പം നെയ്ച്ചോറിൻ്റെ പരിപാടി ഞാൻ ഏറ്റു, ചിക്കൻ കറിയുടെ കാര്യം ജസ്റ്റ് ഏറ്റു. ഞാൻ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ തിങ്ങും കൂടെ ഒന്ന് സെറ്റപ്പ് തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയി. ഞാൻ കുറച്ച് ഗാർലിക് കട്ട് ചെയ്തെടുത്തു. നമ്മളിവിടെ ഷെയർ ചെയ്താണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കുക്കിംഗ്. ബാക്കിയുള്ളവർ വന്ന് അരിഞ്ഞ് വെച്ചിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണി ആരാണോ അയാൾ വന്ന് അടുത്ത ചെയ്യും. അപ്പം ഞാനിവിടെ നെയ്ച്ചോറ് വെക്കുന്നതാണ് എൻ്റെ പരിപാടി. പിന്നെ ഇന്നലത്തെ തട്ടിക്കൂട്ടി ആ ചിക്കൻ എടുത്തില്ലെങ്കിൽ ചീത്തയായി പോകത്തില്ല. സോ ഞാൻ വിചാരിച്ചാൽ അതെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. അതുണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ചിക്കനുള്ള ചിക്കൻ. ജസ്റ്റ് സോയാ സോസും പെപ്പറും സോൾട്ടും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ആക്കിയതാണ്. ഇത് നമ്മുടെ നെയ്ച്ചോറ് തിളയ്ക്കുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടി ഇട്ട് ഇളക്കി. ഈ റെസിപ്പി വേറൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം. നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു ഷോപ്പിലെ ഡിഷ് ഇൻസ്പയർ ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനമാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് നടക്കാം. യൂണിവേഴ്സിറ്റി അല്ല, ഹോസ്പിറ്റലിലോട്ട് ഇന്ന് പോയിട്ട് വാർഡ് വിസിറ്റാണ്. പേഷ്യൻസിനെയൊക്കെ കാണണം, നമ്മൾ ഹിസ്റ്ററി എടുക്കണം, റിപ്പോർട്ട് എഴുതണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പം അങ്ങോട്ട് നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് 304 ബസ് വെയിറ്റ് ചെയ്യണം. 304 എന്ന നമ്പറുള്ള ബസ് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ആപ്പിൾ എന്നെ നോക്കി ചിരിക്കുന്നത്. അവനൊറ്റരണ്ണയുള്ള ആ മരത്തി. എന്നാലും എന്ത് ലുക്കല്ലേ. അപ്പം നമുക്ക് ബസ് വന്നു. ചേട്ടൻ ആഞ്ഞു പിടിക്കുന്നുണ്ട് പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. പറ്റുമെങ്കിൽ ദിവസം കാണിച്ചു തരാം. എന്നിട്ട് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം ഗൈസ്. ഒരു 1.5 മണിക്കൂർ ജേണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീട്ടിലോട്ടുള്ള യാത്ര. അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. അപ്പം നമുക്ക് നാളെ കാണാം. കുറച്ച് ക്ലിപ്പൊന്നും കുറവാണെന്ന് എനിക്കറിയാം. നമുക്ക് നാളെ സെറ്റാക്കാം.